ഇനി നമ്മൾ പോകുന്നത് മധ്യകേരളത്തിലേക്കാണ്. അവിടെ നിന്ന് അഞ്ജലി ശ്രീജിത രാജാണ് ചേരുന്നത്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കടേഷ് ആൻഡ് റോഷ്നി. അഞ്ജലിയൊക്കെ നമ്മുടെ ഒരു ജനറേഷൻ ആയ കാരണം കുറച്ചുകൂടിയും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ SSLCക്കൊക്കെ ഏത് സബ്ജക്റ്റൊക്കെ ആയിരുന്നു ഭയങ്കര പേടിയോടെ സമീപിച്ചതൊക്കെ? സ്വാഭാവികമായിട്ടും മാത്സ് ആയിരുന്നു. പിന്നെ കെമിസ്ട്രിയും കുറച്ച് പേടികളായിരുന്നു, ഈ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുമ്പോൾ. ഇങ്ങനെ പരീക്ഷയൊക്കെ എങ്ങനെ എളുപ്പമായിരുന്നു അതോ എങ്ങനെയായിരുന്നു കാര്യങ്ങള്? SSLC പരീക്ഷ കുഴപ്പമില്ലാതെ പാസ്സായി. ഈ മലപ്പുറത്താണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് എന്നായിരുന്നല്ലോ. അതെ, അങ്ങനെ പറയുന്ന ഒരു കൂട്ടം നമ്മുടെയൊക്കെ ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ ഈ മലപ്പുറത്തെ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് അവിടെ നിന്നാണ്. അപ്പൊ എറണാകുളത്ത് എത്ര പേര് പരീക്ഷ എഴുതുന്നുണ്ട്? എറണാകുളത്ത് ഏകദേശം 33,000-ലധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. 325 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. 4 വിദ്യാഭ്യാസ ജില്ലകളാണ് എറണാകുളത്തുള്ളത്. അതിൽ ഏകദേശം 33,000 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് അതായത് ഉദയംപേരൂർ SNDP സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 579 പേര് ഇവിടെ ഇന്ന് പരീക്ഷയ്ക്ക് എത്തും. ഈ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതുന്നതും ഈ സ്കൂളിൽ തന്നെയാണ്. കൂടാതെ ഈ ആലുവ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിങ്ങനെ 4 വിദ്യാഭ്യാസ ജില്ലകളിലായിട്ടാണ് എറണാകുളം ജില്ലയുള്ളത്. ഇതിൽ 33,000 കുട്ടികൾ ഇന്ന് പരീക്ഷയ്ക്കെത്തും. 9:15 ഈ ആദ്യ ബെല്ലടിക്കുക. കാരണം ഈ ചൂടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാൽ, വലിയ ചൂടുള്ളതിനാൽ നേരത്തെ തന്നെ ബെല്ലടിക്കും. 9:15 ബെല്ലടിക്കും. കുട്ടികൾ 9:30 ആകുമ്പോഴേക്ക് പരീക്ഷ ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഈ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഈ കുടിവെള്ളം ഉൾപ്പെടെയുള്ളവയൊക്കെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ആ രീതിയിൽ തന്നെയാണ് എല്ലാ സ്കൂളിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. കാരണം കടുത്ത ചൂടുള്ളതിനാൽ തന്നെ ഈ സജ്ജീകരണങ്ങളാണ് സ്കൂളിൽ ഏറ്റവും മുൻഗണനയായി തയ്യാറാക്കിയിട്ടുള്ളത്. ശരി അഞ്ജലി, നമ്മളെല്ലാവരും ഞെട്ടിച്ച മറ്റൊരു വാർത്തയായിരുന്നല്ലോ ഈ കോട്ടയത്ത് ചോക്ലേറ്റിലൊക്കെ ഈ ലഹരിയുടെ അംശം കണ്ടെത്തിയ സംഭവം. അപ്പോൾ അതിലൊക്കെ അന്വേഷണം എന്തായി അഞ്ജലി? സ്കൂൾ അധികൃതരുടെ ഒക്കെ ഒരു മൊഴി എടുക്കുന്നത് എപ്പോഴാണ്? സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ എടുക്കുന്ന തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ ഈ കുട്ടിയുടെ ഈ ചോക്ലേറ്റിൻ്റെ കവറ് സ്കൂളിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇതുകൂടാതെ ഈ ചോക്ലേറ്റിൽ ഈ ലഹരി പദാർത്ഥത്തിൻ്റെ അംശമുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാനായിട്ട് ഫോറൻസിക് പരിശോധന ആവശ്യമാണ്. ഇതും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ ഈ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് അവശയല്ലായിരുന്നു, കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാണ്. പക്ഷേ കുട്ടിയുടെ അമ്മ ഇപ്പോഴും ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതായത് കുട്ടി സ്കൂളിൽ നിന്ന് അവസാനമായി കഴിച്ചത് ഈ ചോക്ലേറ്റാണ്. തുടർന്നാണ് കുട്ടിക്ക് ഇത്തരത്തിൽ മയങ്ങി ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്ന് തന്നെയാണ് അമ്മ ഉറപ്പിച്ചു പറയുന്നത്. കൂടാതെ അമ്മ കോട്ടയം SP-ക്കും കൂടാതെ കളക്ടർക്കൊക്കെ ഈ രീതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഈ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ സ്കൂളിലെ അധ്യാപകരെയും കൂടാതെ പ്രിൻസിപ്പലിനൊക്കെ മൊഴിയെടുത്തേക്കും. കുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്. അതായത് ഈ ചോക്ലേറ്റിൽ ലഹരി പദാർത്ഥം ഉണ്ടായിരുന്നു, ഇത് കഴിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു അവശത അനുഭവപ്പെട്ടത് എന്ന നിലയിൽ തന്നെയാണ്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കും, അന്വേഷണമൊക്കെ ഉണ്ടാകും. കാരണം നമ്മളെല്ലാം അതായത് വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതായത് കുട്ടി സ്കൂളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ലഹരി പദാർത്ഥം അടങ്ങിയ ചോക്ലേറ്റ് കഴിച്ച് ബോധം കെട്ടു എന്നുള്ളതിൽ അത് നമ്മുടെ തന്നെ ഒരു ബ്രേക്കിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ജാഗ്രതയോടെയാണ് പോലീസും ഈ വിഷയത്തെ കാണുന്നത്. ഓക്കെ, മറ്റൊന്ന്, ഈ എറണാകുളത്തെ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് P. എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതെ റോഷ്നി, അതായത് വൃക്ക ശസ്ത്രക്രിയയിലെ വിദഗ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അദ്ദേഹം നെടുമ്പാശ്ശേരിയിലുള്ള സ്വന്തം ഫാം ഹൗസിലേക്ക് സഹോദരനുമായി പോയത്. തുടർന്ന് രാത്രിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമികമായും ആത്മഹത്യയാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വൃക്ക ശസ്ത്രക്രിയയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. കൂടാതെ ഈ
ലെക്ഷോർ ആശുപത്രിയിലെയും മറ്റ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയേണ്ടത് വൃക്ക ശസ്ത്രക്രിയയിലെ ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖൻ എന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ രീതിയിൽ തന്നെയാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. കൂടാതെ ഇന്നലെ വൈകുന്നേരമായിരുന്നു അദ്ദേഹം ഫാം ഹൗസിലേക്ക് എത്തിയത്. സഹോദരനൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് സഹോദരനെ ഇദ്ദേഹം പറഞ്ഞു വിടുകയായിരുന്നു നിർബന്ധിച്ചുകൊണ്ട്. അതിനുശേഷമാണ് രാത്രിയിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ ഈ ഫാം ഹൗസിൽ കണ്ടെത്തുന്നത്. ശരി, അതെന്തായാലും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ശരി അഞ്ജലി, അപ്പോൾ നമ്മൾ കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.